തൃശൂർ MP സുരേഷ് ഗോപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ്. തൃശൂർ പൂരം കലക്കിയ വിഷയത്തിൽ കേരളത്തെ മൊത്തം വഞ്ചിച്ച ആളാണ് സുരേഷ് ഗോപിയെന്നും MP എന്ന നിലയിൽ അദ്ദേഹം വട്ടപൂജ്യമാണെന്നും മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ദുബായിൽ പറഞ്ഞു. ദുബായിൽ ജയ്ഹിന്ദ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് അട്ടിമറി വിജയം ഉണ്ടായെങ്കിലും MP എന്ന നിലയിൽ അദ്ദേഹത്തെ ആരും കാണുന്നില്ല. അദ്ദേഹം വട്ടപൂജ്യമാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിൽ അദ്ദേഹമില്ലെന്നും മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ദുബായിൽ പറഞ്ഞു. ഒരു MP എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരാളാണ്. അദ്ദേഹം ജയിച്ചു എന്നതൊരു സത്യമാണെങ്കിലും MP എന്ന രീതിയിൽ തൃശ്ശൂരിൽ അദ്ദേഹത്തെ ഒരാളും കാണുന്നില്ല. അദ്ദേഹം ഒരു ബഡ്ജറ്റ് ഉണ്ടാകുന്ന സമയത്ത് തൃശ്ശൂരിന് കിട്ടേണ്ട ന്യായമായ കാര്യങ്ങളുണ്ട്. തൃശ്ശൂരിൽ പ്രതാപൻ ഉൾപ്പെടെ കഴിഞ്ഞുപോയ MP മാരൊക്കെ തൃശ്ശൂരിന് നേടിക്കൊടുത്ത ഒരുപാട് നേട്ടങ്ങളുണ്ട്. തൃശ്ശൂരിൽ വട്ടപൂജ്യമാണ് MP എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്. തൃശ്ശൂരിലില്ല അദ്ദേഹം. ഏതെങ്കിലും BJPയുടെ പരിപാടികളിലോ മറ്റോ വന്നു പോകുന്നു എന്നതിനപ്പുറത്ത് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളിലൊന്നും അദ്ദേഹമില്ല. തൃശൂർ പൂരം കലക്കിയത് സുരേഷ് ഗോപിക്ക് മൈലേജ് കിട്ടാൻ മാത്രമാണ്. കാലങ്ങളായി നടന്നുവന്ന സമ്പ്രദായം ഒരു രാത്രിയിൽ ഇല്ലാതാക്കി. ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കി. കാലങ്ങളായി നടന്നു വരുന്ന നാടൻ സമ്പ്രദായങ്ങളെ ഒരു ദിവസം ഒരു രാത്രിയിൽ ഇല്ലാതാക്കുക, അവിടെയൊക്കെ ആംബുലൻസിൽ ഒരാൾ കയറി വരിക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്തടത്താണ്. അത് മനഃപൂർവ്വം പിണറായി വിജയനും BJPയും തമ്മിലുണ്ടാക്കിയ ഒരു രഹസ്യ ബാന്ധവത്തിൻ്റെ കാര്യമാണ്. അതിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. തീർച്ചയായും കുറ്റവാളികൾക്കെതിരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തണം. പിണറായി വിജയന് കേരളത്തിൽ അധികാരത്തിലിരിക്കാൻ പോലും അർഹതയില്ലാത്തൊരു കാര്യമാണ്. കാരണം ഒരു ലോകമെമ്പാടുമുള്ള ആളുകൾ ആസ്വദിക്കുന്ന ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്ന ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ഉത്സവത്തെ തകർക്കാൻ ഉത്തരവാദിയായി മാറിയ ഒരാൾ അധികാരത്തിൽ തുടരാൻ പോലും അർഹതയില്ല. അപ്പോൾ തൃശ്ശൂർക്കാരെ വഞ്ചിച്ച ഒരു MP ആണ് തൃശ്ശൂർ ഇപ്പോഴത്തെ MP. അദ്ദേഹം സ്ഥാനം തുടരുന്നതോട് സത്യത്തിൽ ലീഗിന് എന്താണ് അഭിപ്രായം? തൃശ്ശൂരിൽ ജനതയെ വഞ്ചിക്കൽ മാത്രമല്ല, കേരളത്തെ തന്നെ വഞ്ചിച്ച ഒരാളാണ്. തൃശ്ശൂരിലെ MP എന്ന രീതിയിൽ പെർഫോമൻസ് ഇല്ലാത്ത, ഇത്രയും നാളുകളായി പെർഫോമൻസ് ഇല്ലാത്ത ആൾക്ക് MP ആയിരിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമില്ല. അദ്ദേഹം ഒഴിഞ്ഞു പോകേണ്ടതാണ്. ബഡ്ജറ്റിൽ തൃശ്ശൂരിന് ഒന്നും ലഭിക്കാത്ത, ഒന്നും കൊടുക്കാത്ത, ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി ഒന്നും നൽകാത്ത ഒരാൾ, അതിനുവേണ്ടി പണിയെടുക്കാത്ത ഒരാൾ, ഒരു കടലാസിലൊരു കുറിപ്പ് പോലും പ്രധാനമന്ത്രിക്ക് കൊടുക്കാത്ത ഒരാൾക്ക് എങ്ങനെ MP ആയിരിക്കാൻ കഴിയും? അദ്ദേഹത്തിന് അന്തസ്സുണ്ടെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോവുകയാണ് വേണ്ടത്. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്.